രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ രാധയുടെ പ്രണയം 178ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. 178 എപ്പിസോഡുകൾ വരെ അവതരിപ്പിക്കാൻ എന്നെ അനുഗ്രഹിച്ച എൻ്റെ രാധാറാണി അമ്മയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും തൃപ്പാദങ്ങളിൽ വീണ് ഞാൻ നമിക്കുകയാണ്. അതേ കണക്ക് തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ്, ചൊവ്വാഴ്ച 12 മണിക്ക് രാധയുടെ പ്രണയം, ബുധനാഴ്ച ശങ്കരാചാര്യ സ്വാമികളുടെ പ്രശസ്തമായ ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ്സാണ്. ഒരു ഹിന്ദു അത് കേട്ടിരിക്കണം, നിങ്ങളുടെ ജീവിതത്തെ അത് മാറ്റിമറിക്കും. എല്ലാ വ്യാഴാഴ്ചയും ജയദേവ കവിയുടെ നിങ്ങൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ജീവിത കഥയിലൂടെയുള്ള യാത്രയാണ്. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കേൾക്കുക. അതിൻ്റെ വീഡിയോസ് പ്ലേലിസ്റ്റ് എടുത്താൽ കിട്ടുന്നതാണ്. ചിലർ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാൻ കൊല്ലത്താണ്, കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും ഒക്കെ ആൾക്കാരിവിടെ പഠിക്കാൻ വരുന്നുണ്ട്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു കൊടുക്കും എന്നതാണ്. എൻ്റെ ഫോൺ നമ്പർ 9645333999 ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്തറിയണമെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ 9645333999 വിളിക്കുകയോ എൻ്റെ വാട്സപ്പ് നമ്പറാണ്, മെസ്സേജ് അയക്കുകയോ ചെയ്യാം. തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് തന്നെ അഷ്ടാവക്ര ഗീത പ്ലേലിസ്റ്റിലുണ്ട്, കേൾക്കണം. അത് കേൾക്കാതെ ഒരു ഹിന്ദു തൻ്റെ പ്രാണൻ വെടിയരുത്. അതേ കണക്ക് തന്നെ പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ രാധികാ കവചം 2 എണ്ണം ഉണ്ട്. 2 രാധികാ കവചവും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കേട്ടിട്ട് വേണം, അർത്ഥം അറിഞ്ഞ് ചൊല്ലിയിട്ട് വേണം രാധാ സഹസ്രനാമം ചൊല്ലാൻ. രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും ഇല്ലാതെയും പാടിയിട്ടിട്ടുണ്ട്. അതേ കണക്ക് തന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഒരു ഹെഡിങ് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ കാണാൻ, കേൾക്കണം. അതേ കണക്ക് നിങ്ങൾ സന്ദർശിക്കേണ്ട അമ്പലം, ശ്രീകൃഷ്ണന്റെ പുനരവതാരമായ ബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്താൽ എന്നും രാവിലെ നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നതാണ്? പോസിറ്റീവ് എനർജി നൽകുന്ന, പുതിയ പുതിയ അറിവ് നൽകുന്ന മോർണിംഗ് മെസ്സേജുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ
ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാറാണി കീ ജയ്. എന്റെ മാതാവ് രാധാറാണി കീ ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എന്റെ പൊന്ന് രാധാറാണി അമ്മ കീ ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മ കീ ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. എനിക്ക് അപകടങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. അപ്പൊ രാധയുടെ പ്രണയം ആരംഭിക്കുകയാണ്. അതേ കണക്ക് കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്. വിശുദ്ധമായ ഒരു വീഡിയോ ആണ്. നിങ്ങളത് കേട്ടിരിക്കണം. നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 96453339 ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അയക്കുക. അതേ കണക്ക് നിങ്ങൾ കാത്തിരുന്ന ചില ചോദ്യങ്ങളുണ്ട്, അതിന്റെ ഉത്തരം ഇതിലുണ്ട്. ജഡില കുടില അവരുടെ മകളാണോ ഇത്, പിന്നെ യശോദ, ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരമാണിത്. ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ലോകത്ത് ആരെക്കുറിച്ചും കൃത്യമായിട്ടൊരു വിവരമുണ്ട്. ശിവഭഗവാനെ കുറിച്ച്, പാർവതി ദേവിയെ കുറിച്ച്, പിന്നെ മുരുകനെ കുറിച്ച്, എല്ലാവരെ കുറിച്ചും, കൃഷ്ണനെ കുറിച്ച് എല്ലാം വ്യക്തമായ വിവരമുണ്ട്. പക്ഷേ രാധാറാണി കൃഷ്ണന്റെ സ്വകാര്യ സ്വത്തായതുകൊണ്ട് പ്രപഞ്ചത്തിൽ ആർക്കും ഒരു കൃത്യമായ വിവരം രാധാറാണിയെ കുറിച്ച് അറിയില്ല എന്നതാണ് ഇതിന്റെ സത്യം. എന്തിനു പറയുന്നു? ശിവഭഗവാന് പോലും പിന്നെ രാധാറാണിയെ കുറിച്ച് പൂർണ്ണ വിവരങ്ങൾ അറിയില്ല എന്ന് അദ്ദേഹം പാർവതി ദേവിയോട് പറയുന്നുണ്ട്. അപ്പൊ ശിവഭഗവാന് പോലും അറിയില്ല, അത് കൃഷ്ണനും രാധയ്ക്കും മാത്രം അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരാൾ പറയുന്ന രാധയുടെ പ്രണയവും മറ്റൊരാൾ പറയുന്ന രാധയുടെ പ്രണയവും കൂടെ താരതമ്യം ചെയ്യേണ്ട. പലയിടത്തും എന്തുണ്ടായിരിക്കും? വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. കാരണം പലരും പല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. രാധാറാണിയും കൃഷ്ണനും തമ്മിലുള്ള പ്രായത്തെക്കുറിച്ച് പോലും ഇതുവരെ തർക്കം, പ്രായ വ്യത്യാസത്തെക്കുറിച്ച് പോലും തർക്കം തീർന്നിട്ടില്ല. മനസ്സിലായില്ലേ? എന്താണ് പറയേണ്ടത്? 5 വയസ്സിന് മൂപ്പ്, 5 മാസത്തിന് മൂപ്പ്, 6 വയസ്സിന് മൂപ്പ്, 12 വയസ്സിന് മൂപ്പ്, അങ്ങനെ വിവിധ അഭിപ്രായങ്ങളാണ്. അത് തന്നെയാണ് ഇത്രയും കൂടുതൽ ആളുകളെ രാധാറാണിയിലേക്ക് ആകർഷിക്കുന്നത്. കാരണം എന്തുകൊണ്ട്? എവിടെയൊക്കെയോ മറകൾ അല്ലേ? എല്ലാം അങ്ങനെ എന്താ പറയുന്നത്, എല്ലാ വിവരവും കൊടുത്താൽ ആളുകൾക്ക് അതിലുള്ള താല്പര്യം നഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് രാധാറാണിയുടെ കഥ എന്നും വ്യത്യസ്തമായിരിക്കും. ഇനി നിങ്ങൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ഏറ്റവും ഒടുവിൽ എൻ്റെ വേർഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. രാധാറാണിയുടെ ഇതിനെക്കുറിച്ചുള്ള എൻ്റെ വേർഷൻ, ഞാനിതെല്ലാം കേട്ടിട്ട് അതിൽ നിന്നെല്ലാമുള്ള സത്ത ഉൾക്കൊണ്ട് എൻ്റെ വേർഷൻ എന്താണ്, ആ എൻ്റെ വേർഷൻ ഞാൻ നല്ല കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അത് പ്രത്യേകം ഒരു എപ്പിസോഡായിട്ട് അവതരിപ്പിക്കുന്നതാണ്. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കുക. അമാവാസ്യ അയനോട് പറഞ്ഞു, എന്നെ വിവാഹം കഴിക്കൂ അയൻ, എന്നെ വിവാഹം കഴിക്കൂ. നീ ആദ്യം വിവാഹം കഴിക്കുന്ന സ്ത്രീ ഞാനായിരിക്കണം. അയൻ അമാവാസ്യയെ വിവാഹം കഴിച്ചു. ഒരു പുരോഹിതനെ കൊണ്ടുവന്ന് അയാളുടെ സാന്നിധ്യത്തിൽ വിവാഹം കഴിച്ചു. അതിനുശേഷം അമാവാസ്യ പറഞ്ഞു, എനിക്ക് നിന്റെ ഒരു പുത്രനെ വേണം. നിന്റെ പുത്രനെ ആദ്യം പ്രസവിക്കുന്ന സ്ത്രീ ഞാനായിരിക്കണം, ഞാൻ തന്നെ ആയിരിക്കണം. അപ്പോൾ അയൻ പറഞ്ഞു, എനിക്ക് സന്തോഷമാണുള്ളത്. എൻ്റെ പുത്രനെ നീയായിരിക്കും ആദ്യം പ്രസവിക്കുന്നത്, രാധയല്ല. രാധ പ്രസവിക്കുന്നത് രണ്ടാമത്തെ പുത്രനെ ആയിരിക്കും. അങ്ങനെ ഒരു ദിവസം അമാവാസ്യ പറയുകയാണ്, ഞാൻ ഗർഭിണിയാണെന്നറിഞ്ഞ അമാവാസ്യയെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു അയനും അമാവാസ്യയും തമ്മിൽ അസാധാരണമായ ഒരു ഹൃദയബന്ധത്തിലേക്ക് നീങ്ങുകയാണ്. ഈ സമയത്ത് ഇതൊന്നും അറിയാതെ ഒരു കറുമ്പന സ്വപ്നം കണ്ടങ്ങനെ കിടക്കുകയാണ് രാധാറാണി. കാർത്തിക മാസത്തിലെ 12-ാം നാൾ പൗർണമിയാണ്. അന്നേ ദിവസമാണ് രാധാറാണിയും അയനും തമ്മിലുള്ള വിവാഹത്തിന്റെ ശുഭമുഹൂർത്തമായിട്ട്
ജ്യോതിഷ പണ്ഡിതര് പ്രവചിച്ചിരിക്കുന്നത്. അന്നത്തെ ദിവസം അവരുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. യശോദ അമ്മ വന്നു അല്ലേ? യശോദ വന്ന് പിന്നെ ആരെ കണ്ടു? രാധാറാണിയെ കണ്ടു. രാധാറാണിയെ കണ്ട് അവര് പരസ്പരം എന്താണ് പിന്നെ രാധാറാണിയെ അയന് വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് രാധാറാണിയുടെ അമ്മ സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ ജാതകം എടുത്ത് പരിശോധിച്ചിട്ട് ആ ജാതകത്തിലെ ഗ്രഹനില വെച്ചിട്ടാണ് കാർത്തിക മാസത്തിലെ 12-ാം നാൾ പൗർണമിയിൽ ഇവരുടെ വിവാഹം എന്ത് ചെയ്യുന്നത്? ഉറപ്പിച്ചിരിക്കുന്നത്. അതേ വിവാഹ ദിനം അടുത്തടുത്തടുത്തടുത്ത് വരികയാണ്. ഓരോ ദിവസവും ദൈമ വന്നിട്ട് അല്ലെങ്കിൽ ഡായ്മ വന്നിട്ട് ആ അയന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുകയാണ്. കാരണം ഡായ്മയ്ക്ക് അറിയാം ഏതായത് ഒരു കറുമ്പനാണ് മനസ്സ് നിറയെ. പക്ഷേ രാധാറാണിയുടെ മനസ്സിലുള്ള കറുമ്പനല്ല അയൻ. അതുകൊണ്ട് തന്നെ അയനോട് കൂടുതൽ ആകർഷകത്വം വരാൻ വേണ്ടി ഡായ്മ വന്ന് എന്നും അയനെ കുറിച്ച് അങ്ങ് പുകഴ്ത്തും. നോക്കൂ രാധേ, അയൻ എന്തൊരു സുന്ദരനാണ്, അങ്ങേയറ്റം ധനവാനാണ്. അതേ, അവൻ എന്തൊരു നല്ല ശരീരഘടനയാണ്, അവൻ അവന്റെ ഗോത്രത്തിന്റെ തലവനാണ്. എന്റെ കൽവി, നീ അവനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സമൃദ്ധിയുടെ ആഡംബരത്തിന്റെ മടിത്തട്ടിലായിരിക്കും നിന്റെ ജീവിതം. അപ്പോൾ രാധാറാണി പറഞ്ഞു, അത്രയുമോ? അതേ, അത്രയുമാണ്, നീ ആഡംബരത്തിൽ ജീവിക്കും. അപ്പൊ രാധാറാണി ചോദിച്ചു, അപ്പോൾ സ്നേഹമില്ലേ? എനിക്ക് വേണ്ടത് സ്നേഹത്തിന്റെ മടിത്തട്ടിൽ ജീവിക്കാനാണ് എനിക്കിഷ്ടം. അപ്പൊ ഡായ്മ പറഞ്ഞു, എന്റെ കൻവി, എന്റെ സുന്ദരി കുട്ടി, നിന്റെ സൗന്ദര്യം കണ്ടു കഴിഞ്ഞാൽ അവൻ നിനക്ക് അടിമയായി പോകത്തില്ലേ? അത്രയ്ക്ക് സൗന്ദര്യമല്ലേ നിനക്കുള്ളത്. നോക്കൂ, അയനും എന്തൊരു സുന്ദരനാണ്, എന്തൊരു നല്ല ശരീരഘടനയുള്ളവനാണ്, നിങ്ങൾ തമ്മിൽ എന്തൊരു ചേർച്ചയാണ്. അപ്പൊ ഒരു ദിവസം രാധാറാണി ചോദിച്ചു, ദൈമ എന്നോടൊരു കാര്യം പറയുമോ? അപ്പൊ ദൈമ ചോദിച്ചു, എന്താണ്? അയനെ കണ്ടിട്ടുണ്ടോ ദൈമ എന്തെങ്കിലും അയനെ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഡായ്മ പറഞ്ഞു, ഇല്ല. ദൈമ എന്നും പറയും, ഡായ്മ എന്നും പറയും. അപ്പൊ ഡായ്മ പറഞ്ഞു, ഞാനിതുവരെ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ അറിയാം? അവിടുത്തെ പണ്ഡിറ്റുകളില്ലേ, അവിടുത്തെ പണ്ഡിറ്റുകൾ പറഞ്ഞാണ്, അവിടുത്തെ പ്രധാന ക്ഷേത്രത്തിലെ പൂജാരിമാര് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അയൻ അതീവ സുന്ദരനാണ്, ഒത്ത ശരീരമാണ്, നല്ല ആരോഗ്യമാണ്, ദൃഢഗാത്രനാണ് എന്ന് മാത്രവുമല്ല, അവനെ സംബന്ധിച്ചിടത്തോളം അവനെ ധനത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്നവനാണ്. അവിടുത്തെ ആളുകൾക്കൊക്കെ അവന് ബഹുമാനമാണ്. അങ്ങനെയുള്ള ആളാണ് അയൻ. അതല്ലേ എന്റെ കൻവിക്ക് വരുന്നത്. അപ്പോൾ പിന്നെ രാധാറാണി ഒന്നും പറഞ്ഞില്ല. 1-2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. അപ്പൊ രാധാറാണി ഒരു ദിവസം യമുനയുടെ തീരത്ത് വെച്ച് ചോദിച്ചു, ദൈമ എന്നോടൊരു കാര്യം പറയുമോ ദൈമ? അപ്പൊ ദൈമ ചോദിച്ചു, എന്താ കൻവി? അപ്പൊ പറഞ്ഞു, ഈ അയൻ കറുമ്പനാണോ? എന്റെ സ്വപ്നങ്ങളിൽ വരുന്ന ആ കറുമ്പൻ തന്നെയാണോ ഈ അയൻ എന്ന് പറയുന്നത്? ദൈമ ഒന്ന് പതറി. കാരണം രാധയ്ക്ക് അറിയേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എന്റെ കഴുത്തിൽ മിന്നുകെട്ടുന്ന ആ അയൻ തന്നെയാണോ ഞാൻ സ്വപ്നത്തിൽ കാണുന്ന കറുമ്പൻ? അപ്പോൾ ദൈമയ്ക്ക് എന്ത് പറയണോന്ന് അറിയാൻ വയ്യ. അപ്പൊ ദൈമ പതുക്കെ പറഞ്ഞു, ആയിരിക്കാം കൻവി, നീ സ്വപ്നത്തിൽ കാണുന്ന കറുമ്പൻ തന്നെ ആയിരിക്കാം ഈ അയനായി വരുന്നത്. അപ്പോൾ പറഞ്ഞു, അതെയോ? അതെ, അത് തന്നെയാണ്. അങ്ങനെ ഇരുന്ന് കല്യാണ ദിവസം അടുത്തു വന്നപ്പോൾ ഒരു ദിവസം രാധാറാണിയുടെ അമ്മ വന്നു, രാധാറാണിയുടെ കിടക്കയിലിരുന്നു. അതിനുശേഷം രാധാറാണിയുടെ അടുക്കൽ കിടന്നു. എന്നിട്ട് പറഞ്ഞു, ഇനി എത്ര ദിവസമാണ് എൻ്റെ പൊന്നുമോൾ ഇവിടെ ഉണ്ടാകുന്നത്? എൻ്റെ പൊന്നുമോൾ ഇവിടുന്ന് പോകാൻ പോവുകയാണല്ലോ. അപ്പോ രാധാറാണി പറഞ്ഞു, എങ്ങോട്ട്? മോൾക്കറിയില്ലേ, മോളെ വിവാഹം കഴിപ്പിച്ച് വിടുകയല്ലേ. സാരമില്ല, മോള് വിഷമിക്കണ്ട കേട്ടോ, അവർ അധികം ദൂരത്തൊന്നുമല്ലല്ലോ.
വളരെ അടുത്തല്ലേ, വളരെ അടുത്ത്. അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ വരാമല്ലോ. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, എൻ്റെ പൊന്നു മോളുടെ ഭാവിക്ക് വേണ്ടിയല്ലേ അമ്മ മോളെ അങ്ങോട്ട് വിടുന്നത്. അവരത്രയ്ക്ക് പണക്കാരാ മോളെ. ദേ നോക്കൂ, അയന്റെ അമ്മയില്ലേ ജഡില, അവരുടെ മക്കളാണ് കുടിലയും യശോദയും. അവരൊക്കെ എന്താണ്, നല്ല ധനികരാണ്. ഈ ജഡിലയൊക്കെ നല്ല ഈശ്വര വിശ്വാസമുള്ള നല്ല സ്ത്രീയാണ്. യശോദയുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? അത്രയ്ക്ക് നല്ല ഒരു കുടുംബത്തിലേക്കല്ലേ ഞങ്ങൾ നിന്നെ അയക്കുന്നത്. നിനക്കവിടെ എന്നും സുഖമായിരിക്കും. നോക്കൂ, ഈ ജഡിലയും കുടിലയും യശോദയും എല്ലാം അവിടുത്തെ ജനങ്ങൾക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടതാണ്. എൻ്റെ മോള് വിഷമിക്കരുത് കേട്ടോ, എൻ്റെ മോള് വിഷമിക്കരുത് കേട്ടോ. പക്ഷേ രാധാറാണി ഒരു കാര്യം മനസ്സിലാക്കി. ഇങ്ങനെ പറയുന്നെങ്കിലും കണ്ണ് നിറഞ്ഞ് കണ്ണീരൊഴുകുന്നത് ആരുടേതാണ്? അതേ കീർത്തി മാതായുടേതാണ്, രാധാറാണിയുടെ അമ്മയുടേതാണ്. അവർ താൻ കരയുന്ന മുഖം തൻ്റെ മകള് കാണാതിരിക്കാൻ വേണ്ടി എന്താണ് മറച്ചു പിടിച്ചിരിക്കുകയാണ്. അമ്മ തന്നെ സ്നേഹിക്കുന്നു, അമ്മ തന്നെ സ്നേഹിക്കുന്നു. രാധാറാണി അമ്മയെ ഇറുക്കി പിടിച്ചു കിടന്നു. അങ്ങനെ രാധാറാണി അറിയാതെ 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 ഉറക്കത്തിലേക്ക് വഴുതി വീണു. തൻ്റെ കറുമ്പനെ കാണാൻ അവൻ ഉറങ്ങുമ്പോഴല്ലേ വരത്തുള്ളൂ. കള്ളൻ ഞാൻ ഉണർന്നിരിക്കുമ്പോൾ അവൻ വരില്ലല്ലോ, ഉറങ്ങുമ്പോൾ വരും, എന്നോടത്ത് കാര്യങ്ങൾ പറയും. അവനൊരു അടയാളം വെച്ചിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യും. എൻ്റെ സ്വപ്നത്തിലെ കറുമ്പനെ എനിക്ക് കാണണം. അങ്ങനെ മയങ്ങി കിടന്നപ്പോൾ ഓടക്കുഴൽ നാദം കേട്ടു. ഒപ്പം അതിമനോഹരമായ ഒരു വിളി, രാധേ രാധേ എന്നൊരു വിളി. രാധാറാണി ഉറക്കത്തിലൊന്ന് പുഞ്ചിരിച്ചു. കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ആ വിളി. ഞങ്ങളുടെ രാധാമാധവൻ ഗ്രൂപ്പുണ്ട്. ഈ രാധാമാധവൻ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ചേരണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ 96453339 മെസ്സേജ് അയച്ചാൽ മതി. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിനകത്ത് എന്താണ് രാധാറാണിയുടെയും കൃഷ്ണ ഭഗവാന്റെയും കാര്യങ്ങൾ, അത് വിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് അനുവദിക്കത്തില്ല. എല്ലാ ദിവസവും ഒരു മോർണിംഗ് മെസ്സേജ് എങ്കിലും അവിടെ ഇടണം. അതില്ലാത്തവരെ നമ്മൾ അതിനകത്ത് വെക്കത്തില്ല. അപ്പൊ പിന്നെ രാധാമാധവൻ ഗ്രൂപ്പിൽ എന്തു ചെയ്തു, ആശ ഒരു വോട്ടിംഗ് നടത്തി, ഒരു വോട്ടിനിട്ടു. കൃഷ്ണൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേത്? രാധ, രാധിക, കൃഷ്ണപ്രിയ, അങ്ങനെ പല ഓപ്ഷൻസും കൊടുത്തു. അപ്പോൾ പലരും പലതും തിരഞ്ഞെടുത്തു. അപ്പോൾ അവരുടെ എല്ലാം അറിവിന് വേണ്ടി ഞാൻ പറയുകയാണ്, കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട പേര് രാധ എന്നതാണ്. രാധിക എന്നതിനെക്കാട്ടിയും കൃഷ്ണപ്രിയ എന്നതിനെക്കാട്ടിയും ഏതാണ്? രാധ. അപ്പൊ കൃഷ്ണൻ വിളിക്കുകയാണ്, രാധേ. രാധാറാണി ഇങ്ങനെ പുഞ്ചിരിച്ചു. കൃഷ്ണൻ രാധാറാണിയുടെ അടുക്കൽ വന്നിരുന്നു. രാധാറാണി കൃഷ്ണന്റെ കൈകൾ തൻ്റെ കൈകളിലെടുത്തു. ഒരമയക്കത്തിൽ എന്ന പോലെ രാധാറാണി പറഞ്ഞു, സത്യം പറയുമോ ഞാനൊരു കാര്യം ചോദിച്ചാൽ? സത്യം പറയുമോ ഞാനൊരു കാര്യം ചോദിച്ചാൽ? അപ്പോൾ പറഞ്ഞു, എന്താണ് രാധേ, നിന്നോട് ഞാൻ എപ്പോഴാണ് കള്ളം പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ പറഞ്ഞു, ഈ അയൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെയല്ലേ. നാരായണനെന്നും കൃഷ്ണനെന്നും ഗോവിന്ദനെന്നും ഒക്കെ എൻ്റെ അടുത്ത് പല പല പേരുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പേരെന്താണെന്ന് ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു, നാരായണൻ, കൃഷ്ണൻ, ഗോപാലൻ, ഗോവിന്ദൻ എന്നൊക്കെ പറഞ്ഞു. അക്കൂട്ടത്തിൽ ഒരു പേരല്ലേ അയൻ. അയൻ എന്ന പേരിലല്ലേ എന്നെ വിവാഹം കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, എങ്ങും തൊടാതെ ബുദ്ധിപൂർവമാണ് മറുപടി. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഞാൻ തന്നെയാണ് രാധേ. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്റെ പേരുകളും എൻ്റെ പേര് തന്നെയാണ് രാധേ. നീ എന്തിനാണ് അതൊക്കെ ഓർത്ത് വിഷമിക്കുന്നത്? ഞാനില്ലേ രാധേ. അപ്പൊ രാധാറാണി പറഞ്ഞു, നോക്കൂ, നീ അല്ലാതെ, എൻ്റെ കണ്ണനല്ലാതെ മറ്റൊരാളെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഈ അയൻ നീ തന്നെയാണെന്ന് ഞാൻ വിചാരിച്ചോട്ടെ, നീ തന്നെയാണെന്ന് ഞാൻ വിചാരിച്ചോട്ടെ. നീ അല്ലെങ്കിൽ, നീ അല്ലാതെ ഒരാൾ എൻ്റെ ദേഹത്ത് തൊടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല, എനിക്ക് സഹിക്കാൻ പറ്റില്ല. അത്രമേൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു.
ആഹാ, നിനക്കെന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? പക്ഷേ നീ ഇന്ന് വരെ എന്നെ അങ്ങനെ ഉണർന്നിരിക്കുമ്പോൾ കണ്ടിട്ടില്ലല്ലോ രാധേ. അപ്പോൾ പറഞ്ഞു, അതിന് നീ അങ്ങനെ വരില്ലല്ലോ, എന്നെ അരമയക്കത്തിലാക്കിയിട്ടല്ലേ നീ വരുന്നത്. ഇപ്പോഴും ആ അരമയക്കത്തിൽ തന്നെയാണ് ആര് സംസാരിക്കുന്നത്? രാധാറാണി സംസാരിക്കുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ആട്ടെ, നിനക്കെന്നെ എത്രത്തോളം ഇഷ്ടമാണ്? അപ്പോൾ രാധാറാണി പറഞ്ഞു, എനിക്ക് എന്നേക്കാൾ ഇഷ്ടമാണ് നിന്നെ. അപ്പോൾ ഞാനല്ലാതെ വേറൊരാൾ നിന്റെ ദേഹത്ത് തൊട്ടാലോ രാധേ, ആ നിമിഷം ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കും കണ്ണാ. അതിന് യാതൊരു മാറ്റവുമില്ല. ഞാൻ യമുനയെ സാക്ഷിയാക്കി പറയുകയാണ്, സർവ്വദൈവങ്ങളെയും സാക്ഷിയാക്കി പറയുകയാണ്, എൻ്റെ ദേഹത്ത് നീയല്ലാതെ മറ്റൊരാൾ തൊട്ടാൽ ആ നിമിഷം ഞാൻ ആത്മഹത്യ ചെയ്യും കൃഷ്ണ. എൻ്റെ ജീവിതം ഞാൻ അവിടെ അവസാനിപ്പിക്കും. എനിക്ക് നീ വേണം. നീ തന്നെയാണ് ആ കറുമ്പൻ, നീ തന്നെയാണ് അയൻ, നീ തന്നെയാണ് അയൻ. എനിക്കെൻ്റെ കറുമ്പനെയാണ് വേണ്ടത്, എനിക്കെൻ്റെ കറുമ്പനെയാണ് വേണ്ടത്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രാധേ, നിന്റെ ദേഹത്ത് എനിക്കല്ലാതെ വേറൊരാൾക്കും തൊടാൻ കഴിയില്ലല്ലോ. അപ്പോൾ ചോദിച്ചു, അതെന്താണ് കൃഷ്ണ? അതൊക്കെ എൻ്റെ ഒരു മാജിക് അല്ലേ രാധേ. നോക്കൂ രാധേ, ഞാൻ കൂടെ ഉള്ളപ്പോൾ നീ എന്തിനാണ് ഇങ്ങനെ സംഭ്രമിക്കുന്നത്? നിനക്ക് എന്തോ ഒരു പരിഭ്രമമാണ് എൻ്റെ രാധേ. നോക്കൂ, നിന്റെ ദേഹത്ത് ലോകത്തൊരു പുരുഷനും തൊടില്ല രാധേ. എൻ്റെ അനുവാദമില്ലാതെ ഒരു സ്ത്രീക്ക് പോലും നിന്നെ തൊടാൻ പറ്റില്ല. അപ്പൊ രാധാറാണി കുലുങ്ങി ചിരിച്ചിട്ട് പറഞ്ഞു, അത് കള്ളം, അത് കള്ളം. അപ്പൊ പറഞ്ഞു, ഏത് കള്ളം? ഇച്ചിരി മുമ്പേ എൻ്റെ അമ്മ വന്ന് എന്നെ തൊട്ടല്ലോ, ഇപ്പൊ എൻ്റെ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണല്ലോ. രാധേ, നിന്റെ അമ്മ തൊടുന്നത് പോലും ഞാൻ മനസ്സുകൊണ്ട് അനുവദിച്ചിട്ടാണ് രാധേ. ഞാൻ മനസ്സുകൊണ്ട് അനുവദിച്ചില്ലെങ്കിൽ ഒരു കുഞ്ഞ് എറുമ്പിന് പോലും നിന്റെ ദേഹത്ത് തൊടാൻ പറ്റില്ല രാധേ. കാരണം ഞാൻ തന്നെയാണ് നീ, നീ തന്നെയാണ് ഞാൻ. നമ്മൾ രണ്ടും രണ്ടല്ല രാധേ, നമ്മൾ രണ്ടും ഒന്നാകുന്നു രാധേ. ആണോ കൃഷ്ണ? അതേ രാധേ. രാധാറാണി കുലുങ്ങി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, രാധേ, നീ ഒന്നോർത്തും വിഷമിക്കണ്ട. കല്യാണ ഒരുക്കങ്ങളൊക്കെ നടക്കട്ടെ രാധേ. അയൻ വരട്ടെ, അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടട്ടെ രാധേ. അപ്പൊ രാധ പറഞ്ഞു, നീ അല്ലാതെ ഒരാളും എൻ്റെ കഴുത്തിൽ താലി കെട്ടണ്ട. അപ്പൊ കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, രാധേ, നീ എൻ്റേതും ഞാൻ നിന്റേതും മാത്രമാണ് രാധേ. നീ സമാധാനമായി ഉറങ്ങൂ, ഞാൻ പോകട്ടെ. അപ്പൊ രാധാറാണി പറഞ്ഞു, ഒരു കാര്യം കൂടെ. അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, എന്താണ് രാധേ? അപ്പോൾ പറഞ്ഞു, എനിക്ക് നിന്റെ മുഖം ഇതുവരെ കാണിച്ചു തന്നിട്ടില്ലല്ലോ. നിന്റെ മുഖത്ത് എന്തോ ഒരു വല്ലാത്ത പ്രകാശം വന്ന് എനിക്കത് വ്യക്തമാകുന്നില്ല. നീ ഒരു മഞ്ഞ തുണിയിട്ട് അത് മറച്ചിരിക്കുകയാണ് കൃഷ്ണ. എനിക്ക് നിന്റെ മുഖം ഒന്ന് കാണിക്ക് കൃഷ്ണ, നിന്റെ മുഖം ഒന്ന് കാണിക്ക്. അപ്പോൾ പറഞ്ഞു, രാധേ, എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നീ പൂർണ്ണമായും എൻ്റേതാകും. എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ പിന്നെ രാധേ, എന്നെ നിയന്ത്രിക്കുന്നത് മുഴുവനും നീ ആയിരിക്കും. ഞാൻ പിന്നെ നിന്റെ പാദസേവകനാണ് രാധേ. അതിനു മുമ്പ് കുറച്ചു നാള് ഞാൻ നിന്നെ ഒന്ന് നിയന്ത്രിച്ചോട്ടെ. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ മുഖം കാണിക്കാത്തത്. എൻ്റെ മുഖം നീ എന്നാണോ വ്യക്തമായി കാണുന്നത്, ആ നിമിഷം മുതൽ രാധേ ഞാൻ നിനക്കടിമയാണ്. നീയാണ് എൻ്റെ യജമാനത്തി, നീയാണ് എൻ്റെ സർവസ്വവും. നിന്റെ കാൽപാദങ്ങൾ എടുത്ത് ഞാൻ അതിനുശേഷം ശിരസിൽ വയ്ക്കും, നിന്റെ കാൽപാദങ്ങൾ എടുത്ത് നെഞ്ചത്ത് വയ്ക്കും, നിന്റെ കാൽപാദങ്ങളിൽ ഞാൻ നമസ്കരിക്കും, നിന്റെ മന്ത്രം ഞാൻ ചൊല്ലും രാധേ. അപ്പൊ രാധാറാണി ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മന്ത്രമോ? ആര് പറഞ്ഞു എനിക്ക് മന്ത്രമുണ്ടെന്ന്? അപ്പോൾ പറഞ്ഞു, നിനക്ക് മന്ത്രമുണ്ട് രാധേ, അത് ഞാൻ ജപിക്കും. അപ്പൊ പറഞ്ഞു, എന്താ കൃഷ്ണ മന്ത്രം?
അപ്പൊ രാധാറാണി നോക്കിയപ്പോൾ കൃഷ്ണൻ അവിടുന്ന് എഴുന്നേറ്റു, തന്റെ മഞ്ഞ പട്ടുടയാട എടുത്തൊന്ന് ചുരുക്കി വെച്ചു, ഓടക്കുഴലെടുത്തൊന്ന് അരയിൽ തിരികി, അതിനുശേഷം ആരെയും മയക്കുന്ന ഒരു പുഞ്ചിരി അങ്ങോട്ട് കൊടുത്തു രാധാറാണിക്ക്. എന്നിട്ട് കൈകളിൽ മുദ്രകൾ പിടിച്ചു. അങ്ങനെ കൈകളിൽ മുദ്രകൾ പിടിച്ചിട്ട് പറഞ്ഞു, നിന്റെ മന്ത്രം നിനക്ക് കേൾക്കണ്ടേ? ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന മന്ത്രം നിനക്ക് കേൾക്കണ്ടേ? ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വിശുദ്ധമായ മന്ത്രം നിനക്ക് കേൾക്കണ്ടേ? രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. നൃത്തം ചവിട്ടി കൃഷ്ണൻ അകന്നു പോകുന്നത് കാണുകയാണ്. രാധാറാണി ഉറക്കത്തിൽ കിടന്ന് കുലുങ്ങി അങ്ങനെ ചിരിക്കുകയാണ്. അതെ, തന്റെ കറുമ്പൻ തന്റെ മന്ത്രവും ജപിച്ച് നൃത്തം ചവിട്ടി പോകുന്നു. ഓ, നൃത്തം ചവിട്ടിയാലേ എന്റെ മന്ത്രം ജപിക്കാവൂന്നാണോ? അയ്യോ, ഈ കണ്ണൻ ഒരു കള്ളനാണ്, ഈ കർമ്മൻ ഒരു കള്ളനാണ്, അവനെല്ലാം വിട്ടുപറയുകയില്ല. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. വിവാഹ ദിനം ഇങ്ങനെ അടുക്കുകയാണ്. ആദ്യ രാത്രിക്ക് ഇനി അധികം ദിവസങ്ങളില്ല. ബർസാനയിലും അതേ പിന്നെ അയന്റെ സ്ഥലമായ ജാരട്ടിലും കൊണ്ടുപിടിച്ച ഒരുക്കങ്ങൾ നടക്കുകയാണ്. അപ്പോൾ എന്തു ചെയ്യുന്നു? ജഡിലയ്ക്കും കുടിലയ്ക്കുമൊക്കെ ഭയങ്കര സന്തോഷം. അയന്റെ വിവാഹം ജഡില തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളായ യശോദയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. യശോദ എടുക്കുന്ന ഏത് തീരുമാനവും അത് അങ്ങേയറ്റം സത്യസന്ധമായിരിക്കുമെന്ന് ആർക്കറിയാം? ജഡിലയ്ക്കറിയാം. രാധ എന്ന സുന്ദരി തൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ആ വാർത്ത ജഡിലയെ സന്തോഷിപ്പിച്ചു. ജനങ്ങൾക്കുമെല്ലാം ഭയങ്കര സന്തോഷമാണ്, അഭിമാനമാണ്. ബർസാനയുടെ രോമാഞ്ചമാണ് വരുന്നത്. ബർസാനയിലും അയന്റെ പ്രദേശത്തുമെല്ലാം പൂക്കളെ കൊണ്ട് അലങ്കരിച്ചു തുടങ്ങി. പൂക്കൾ അലങ്കരിക്കുന്നതിൽ അതീവ വിദഗ്ധരായിട്ടുള്ള ആളുകൾ വന്നു തുടങ്ങി. ഒരു ഉച്ചയ്ക്ക് സകല ബന്ധുക്കളും വീട്ടിലെത്തിയ ഒരു ഉച്ചയ്ക്ക് കണ്ണുപെടാതിരിക്കാൻ ഒരു പ്രത്യേക സുഗന്ധദ്രവ്യം, ഒരു പേസ്റ്റ് ആണത്, രാധയുടെ മുഖത്ത് തേച്ചു. രാധാറാണിക്ക് അസ്വസ്ഥത വന്നു. അപ്പൊ രാധാറാണി പറഞ്ഞു, ഡായ്മ, ഇത് വേണ്ട ഡായ്മ. അപ്പൊ പറഞ്ഞു, അങ്ങനല്ല, എന്റെ പൊന്നുമോള് സ്വർണം പോലെ തിളങ്ങുകയാണ്. അയനോ, അവനും ഇത് തേക്കും, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് തേക്കും. അപ്പൊ രാധാറാണി പറഞ്ഞു, ആര് പറഞ്ഞു? അയന്റെ മുഖത്ത് ഇത് തേക്കത്തില്ല, കാരണം അയൻ കറുമ്പനല്ലേ. പിന്നെ എങ്ങനെയാണ് അയനെ കണ്ണുപെടുന്നത്? അയൻ കറുമ്പനാണ്. രാധാറാണി അമ്മ പിന്നെയും വിഷമിച്ചു. അയൻ കറുമ്പനാണ്, ഇവൾ സ്വപ്നത്തിൽ കാണുന്ന അവൻ തന്നെയാണ് ഇതെന്ന ചിന്തയിലാണ് ഇരിക്കുന്നത്. വൈകുന്നേരമായപ്പോൾ കയ്യിൽ മൈലാഞ്ചി തേക്കുന്നതിനും പാദം ചുവപ്പിക്കുന്നതിനും ആൾക്കാർ വന്നു. തായ്മ പറഞ്ഞു, എന്തൊരു സുന്ദരിയാണ് നിന്റെ അമ്മായിയമ്മയായ ജഡിലയ്ക്ക്, നിന്നെ കണ്ടാൽ ആരാധന തോന്നും. അങ്ങനെ ഇരുന്നപ്പോൾ കാണാം, ആ സമയത്ത് ഒരു ഓടക്കുഴലിന്റെ നാദം. അപ്പൊ കാണാം ഒരു മയിൽപ്പീലി ഇങ്ങനെ പറന്നു വരികയാണ്. ആ മയിൽപ്പീലി വന്ന് രാധയുടെ നെഞ്ചോട് ചേർന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ആ കറുമ്പൻ, അവൻ കറുമ്പനില്ലേ എന്ന് പറഞ്ഞപ്പോൾ അവനൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അവൻ വന്നത് തന്നെ ആയിരിക്കും ഇത്. അതെ, അങ്ങനെയും ഉണ്ടായി. ദായ്മ, അയനെന്ന് കറുമ്പനല്ലേ, പിന്നെ എന്തിനാണ് അവന്റെ മുഖത്ത് അത് തേക്കുന്നത്? ആ സമയത്ത് അറിയാതെ ഒന്ന് ആഗ്രഹിച്ചിരുന്നു, ആ കറുമ്പനൊന്ന് വന്നിരുന്നെങ്കിൽ. അങ്ങനെ അവൻ മയിൽപ്പീലി വിട്ടതായിരിക്കും.
മയിൽപീലിയായി അവൻ വന്നതായിരിക്കും. രാധാറാണി ആ മയിൽപീലി എടുത്ത് തൻ്റെ മാറോട് ചേർത്തു. മാറോട് ചേർത്തിട്ട് അവിടുന്ന് പതുക്കെ എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് പോയി. കതകുകൾ ചാരി അങ്ങനെ വന്ന് കട്ടിലിൽ കിടന്നു. അപ്പൊ രാധാറാണി ഞെട്ടിപ്പോയി. ആ മയിൽപീലി ഇരുന്ന സ്ഥലത്ത് കള്ളക്കണ്ണൻ. കള്ളക്കണ്ണൻ, പക്ഷെ അവന്റെ മുഖത്ത് മാത്രം അസാധാരണ പ്രകാശം. അപ്പൊ പറഞ്ഞു, കണ്ണാ കണ്ണാ, നീ അപ്പോൾ ഞാൻ ഉണർന്നിരിക്കുമ്പോൾ വന്നു. രാധേ, നീ വിളിച്ചാൽ എനിക്ക് എങ്ങനെ വരാതിരിക്കാൻ കഴിയും രാധേ? നീ എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവളല്ലേ? നീ ഇപ്പൊ എന്നെ സ്മരിച്ചില്ലേ? അതേ, അപ്പോൾ ഞാൻ വന്നതാണ്. ദേ നോക്കൂ, ഞാൻ എന്തെല്ലാം ജോലി തിരക്കിലായിരുന്നെന്നറിയാമോ? അപ്പോൾ പറഞ്ഞു, എന്താണ് ജോലി തിരക്ക്? അപ്പോൾ പറഞ്ഞു, അത് ഭൂമിയിലേതല്ല, ഭൂമിക്കപ്പുറമുള്ള ഭൂലോകത്ത് ഞാൻ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഭൂമിയിൽ നീ ഇല്ലേ? ഉണ്ടല്ലോ, ഞാൻ രണ്ടിടത്തുമുണ്ട്. ഞാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ പറഞ്ഞു, ഒന്നും നീ മനസ്സിലാക്കണ്ട, നീ എപ്പോ സ്മരിച്ചാലും ഞാൻ എത്തും. ഈ മയിൽപീലി ഞാൻ വരുന്നതിന്റെ അടയാളമായിരിക്കും രാധേ. നീ എന്നെ എപ്പോ സ്മരിച്ചാലും നിന്റെ പാദത്തിൽ ഈ മയിൽപീലി വരും. അത് ഞാൻ നിന്റെ പാദത്തിൽ തലോടുന്നതാണ്. അതിന്റെ പിന്നാലെ ഞാൻ ഉണ്ടായിരിക്കും രാധേ. അപ്പോഴത്തന്നെ ആ കടമ്പൻ അപ്രത്യക്ഷനായി. അപ്പോൾ പറഞ്ഞു, രാധ പറഞ്ഞു, ഇവനൊരു മാജിക്കുകാരനാണ്, ഇവനൊരു കൺകെട്ടുകാരനാണ്. എന്നിട്ട് പറഞ്ഞു, എങ്കിലും സ്നേഹമുള്ളവനാണ്, എങ്കിലും സ്നേഹമുള്ളവനാണ്. ഞാൻ വിളിക്കുമ്പോൾ അവൻ ഓടി വരും. ഞാനൊന്ന് മനസ്സിൽ വിചാരിച്ചപ്പോൾ എൻ്റെ കറുമ്പൻ വന്നില്ലേ. രാധാറാണി ആ മയിൽപീലി എടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്തു. നീയാണ് കണ്ണ ഇത്. കണ്ണുകൾ അടച്ചു. രാധാറാണിയുടെ കണ്ണുകളിലേക്ക് മയക്കം വന്നു. ആ സമയത്ത് രാധാറാണിയുടെ മാറിൽ അമർന്നിരുന്ന മയിൽപീലി കണ്ണനായി മാറിയതും കണ്ണനാ മാറിൽ പറ്റിച്ചേർന്ന് കിടന്നതും അറിയാതെ രാധ മയങ്ങുകയാണ്. ഈ സമയത്ത് അസ്വസ്ഥയാണ് അമാവാസ്യ അയനെ കാണാതെ അസ്വസ്ഥയാണ്. അപ്പോഴാണ് അയൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അയൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഞാൻ കാത്തിരിക്കുകയാണ്. അയൻ വന്ന് അവളെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ഞാൻ വരാതിരിക്കുമോ? ഈ വയറിലല്ലേ എൻ്റെ കുഞ്ഞു കിടക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ആ കുഞ്ഞിനൊരു ഉമ്മ കൊടുക്കൂ. അയൻ കുഞ്ഞിനൊരു ഉമ്മ കൊടുത്തു. അപ്പോൾ പറഞ്ഞു, ഞാൻ എന്തു ചോദിച്ചാലും അങ്ങ് തന്നിട്ടുണ്ട്. എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനും അങ്ങ് തയ്യാറായി. അതേ കണക്ക് തന്നെ എനിക്കൊരു കുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞു. അപ്പോഴും അങ്ങ് തയ്യാറായി. എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? അപ്പോൾ അയൻ പറഞ്ഞു, അമാവാസ്യ, നീ എൻ്റെ സർവസ്വവുമാണ്, നീ എനിക്കൊരു ഹരമാണ്, നീയല്ലാതെ എനിക്കാരുമില്ല, എൻ്റെ സർവസ്വവും നീയാണ്. അപ്പോൾ അപ്പോൾ അയൻ പറഞ്ഞു, രാധയോ, അങ്ങനെയെങ്കിൽ ഞാൻ നിന്നെ ആദ്യം കഴുത്തിൽ താലി കെട്ടുമോ? നീ കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് രാധയും ആരും. നീ മാത്രമാണ് എൻ്റെ എല്ലാം. എനിക്ക് നിന്നെ കാണുമ്പോൾ മാത്രമാണ് മോഹം ഉണ്ടാകുന്നത്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് രാധയോട് മോഹം ഉണ്ടാവില്ലേ? അപ്പോൾ പറഞ്ഞു, നോക്കൂ, നിന്നെ ഞാൻ ആലിംഗനം ചെയ്യുന്ന ശക്തി ലോകത്തേത് പെണ്ണിനെ ആലിംഗനം ചെയ്താലും കിട്ടില്ല. അപ്പോൾ അവൾ ചോദിച്ചു, ഞാൻ ഒരു കാര്യവും കൂടെ ചോദിച്ചോട്ടെ? ഞാൻ ചോദിച്ച 2 കാര്യങ്ങൾ തന്നു. എന്നെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞത്, പിന്നെ രണ്ടാമത്തതും തന്നു, ഒരു കുഞ്ഞിനെ. ഇനി ഒന്നുകൂടി ചോദിച്ചോട്ടെ, തരുമോ എനിക്ക്? അപ്പോൾ അയൻ അമാവാസ്യയുടെ മുഖം കൈകൊണ്ട് കോരിയെടുത്തിട്ട് പറഞ്ഞു, ചോദിക്കൂ, നീ എന്നോട് ചോദിക്കൂ. അപ്പോൾ പറഞ്ഞു, ഞാനിത് ചോദിച്ചാൽ എന്നോട് പിണങ്ങുമോ? അപ്പോൾ പറഞ്ഞു, എൻ്റെ അമാവാസ്യയെ, നിന്നോട് ഞാൻ പിണങ്ങാനോ? ഒരിക്കലുമില്ല, നീ ചോദിക്കൂ. അങ്ങനെയെങ്കിൽ കാർത്തിക മാസത്തിലെ 12-ാം നാൾ പൗർണമിയിൽ രാധയെ
നിങ്ങൾ വിവാഹം കഴിക്കുന്നു. അന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയാണ്. പക്ഷെ ആ ആദ്യ രാത്രി അവളുടെ അടുക്കൽ കിടക്കാതെ ആ ദിവസം ഈ അമാവാസ്യയുടെ കിടപ്പറയിൽ, ഈ അമാവാസ്യയുടെ നെഞ്ചിൽ, ഈ അമാവാസ്യയുടെ നെഞ്ചിന്റെ ചൂടുപറ്റി, ഈ അമാവാസ്യയുടെ നെഞ്ചിന്റെ ചൂടുപറ്റി, ഈ അമാവാസ്യയുടെ ശ്വാസത്തിന്റെ ചൂടേറ്റ് ആദ്യ രാത്രി ഇവിടെ കിടക്കാൻ കഴിയുമോ? ഇവിടെ കിടക്കാൻ കഴിയുമോ? ആ ചോദ്യം ഈ പ്രപഞ്ചം മുഴുവൻ അലയടിക്കുകയാണ്. രാധയുടെ ആദ്യ രാത്രി, രാധയുടെ അടുക്കൽ കിടക്കാതെ ആ ആദ്യ രാത്രി അമാവാസ്യയുടെ അടുക്കൽ വന്ന് അമാവാസ്യയുടെ നെഞ്ചിൽ അമാവാസ്യയുടെ മാരടത്തിന്റെ ചൂടേറ്റ്, അമാവാസ്യയുടെ ശരീരത്തിന്റെ ചൂടേറ്റ് ഈ അമാവാസ്യ എന്ന പെണ്ണിന്റെ ആലിംഗനത്തിൽ അമർന്ന് അമാവാസ്യയെ വാരി പുണർന്ന് രാവിലെ വരെ എന്നോടൊപ്പം എന്റെ നെഞ്ചിൽ കിടക്കുമോ? ആദ്യ രാത്രി രാധയുടെ അടുത്ത് നിൽക്കാതെ എന്റെ അടുക്കൽ വരുമോ? രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.